എസ് എഫ് ഐയുടെ ക്രൂരത എന്നുള്ള നിലയ്ക്ക് പയ്യന്നൂർ കോളേജിലെ ഒരു ദൃശ്യം കെ എസ് യുവിന്റെ മഹതിമാർ പ്രചരിപ്പിക്കുന്നുണ്ട്. കെ എസ് യുവിന്റെ പയ്യന്നൂർ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റായ ചാൾസിനെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്നു എന്നുള്ളതാണ് ദൃശ്യത്തിൽ ഇവർ കൊടുത്തിരിക്കുന്ന നരേഷൻ. ആ നരേഷൻ കൊടുത്ത് കെ എസ് യുവിന്റെ വനിതാ രത്നങ്ങൾ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ അവസാനത്തെ പാർട്ടാണ് നിങ്ങളെ ആദ്യം കേൾപ്പിക്കുന്നത്. കാര്യം എസ് എഫ് ഐക്കാരെ കുറ്റം പറയുന്ന ആ കുട്ടികളുടെ നിലവാരം ഒന്ന് കേൾക്കണേ. കഞ്ഞിക്കുഴി തന്ത്രമാണെന്ന് ആരും പറയരുത്. അവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അവിടെ എന്തോ തമ്മിത്തല്ല് നടക്കുന്നുമുണ്ട്. ആ തമ്മിത്തല്ല് വിഷയത്തെ വക്രീകരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് വികാരം പൊട്ടി ഒലിപ്പിക്കാൻ വേണ്ടി കേശു കുഞ്ഞുങ്ങൾ നടത്തുന്ന ഒരു വീഡിയോ നാടകമാണോ എന്ന് തോന്നുകയാണ്. കാര്യം ഇത്രയും വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ ഒരു വലിയ സംഘർഷം ഉണ്ടാകുന്നു എന്ന് തോന്നുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ച വിഷയമെന്നും അറിയില്ല. മാറി നിന്ന് വീഡിയോ എടുത്തതിന് ശേഷം വീഡിയോ എടുക്കുന്നു എന്ന് മറന്നു പോയിക്കൊണ്ട് കൂടെയുള്ള കഞ്ഞിക്കുഴി വനിതാ നേതാവിന്റെ സംസ്കാരമാണ് അവസാനം കേട്ട വാക്ക്. ഇനിയിപ്പോ വികാരം കൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത്, അവിടത്തെ അക്രമം കണ്ടിട്ടാണെന്നാണ്. എന്നാൽ ആ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും അത്ര വലിയ അക്രമം നടക്കുന്നതായിട്ട് ഏതോ ഒന്ന് രണ്ട് പേർ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും നടക്കുന്നുണ്ട്, ഒരാൾ അങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴുന്നത് ദൃശ്യത്തിലുണ്ട്. അങ്ങനെ ഭയാനകമായിട്ടുള്ള ഒരു അക്രമമാണെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ പയ്യന്നൂർ കോളേജ് കേന്ദ്രീകരിച്ച് ഇതാ കെ എസ് യുവിന്റെ ഇരവാദത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ദൃശ്യമാണെന്ന് പറയേണ്ടി വരികയാണ്. ഈ അടുത്ത കാലത്ത് എസ് എഫ് ഐ നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ വളഞ്ഞിട്ട് ബെഞ്ചും തടിയും കൊണ്ട് ആക്രമിക്കുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് കെ എസ് യുവിന്റെ ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ളവർ എസ് എഫ് ഐയുടെ സാധാരണ പ്രവർത്തകരെ ആക്രമിച്ചതുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? പിന്നെ ഇരവാദം അടിച്ചിറക്കാനും മീഡിയകൾക്ക് ഇരവാദം പറയാൻ വേണ്ടി ഇറക്കി കൊടുക്കുന്ന ദൃശ്യത്തിലെങ്കിലും ആ സംഭാഷണം ഒന്ന് മര്യാദയ്ക്ക് ആക്കിക്കൂടെ? ആൾക്കാരുണ്ട്. എന്റെ മക്കൾ ഇതൊക്കെയാണ് പറയുന്നത്. ഒരു സംഭവത്തെ വഴിതിരിച്ച് വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അവരവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് പോകുമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഒരാളോട് വൈകാരികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഈ രീതിയിലായിരിക്കുമോ അവർ പ്രതികരിക്കുന്നു? ഒന്ന് പിടിച്ചു മാറ്റാനോ അവിടേക്ക് പോകാനോ തയ്യാറാകാതെ മാറി ദൂരെ പോയി നിന്ന് വീഡിയോ എടുത്തതിന് ശേഷം ഈ രീതിയിൽ അവരുടെ പ്രകോപനം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അത് അത്ര ശരിയായിട്ടുള്ള പ്രകോപനമാണെന്ന് കരുതാൻ തൽക്കാലം സൗകര്യപ്പെടില്ല. ആൾക്കാരുണ്ട്. എന്റെ മക്കൾ മയില്